സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ എന്തുമാകട്ടെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ NSEയിൽ ഈ 18-ാം തീയതി ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ വരുന്നുണ്ട്. ഡിസാസ്റ്റർ റിക്കവറി സ്വിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അതായത് രണ്ട് സെർവറുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. 45 മിനിറ്റ്സിൻ്റെ 2 സെഷനുകളായിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും 18-ാം തീയതിക്ക് കുറേ ദിവസങ്ങളുണ്ട്. അതിൻ്റെ മുൻപായിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നവീൻ ഫ്ലോറൈൻ Q4 നെറ്റ് പ്രോഫിറ്റ് 48% ഒരു ഫോളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് നവീൻ ഫ്ലോറൈൻ പരിഗണിക്കാവുന്നതാണ്. ദെൻ TVS മോട്ടോഴ്സിൻ്റെ Q4 പ്രീവ്യൂ നോക്കുകയാണ്. നാളെയാണ് റിസൾട്ട് വരുന്നത്. എക്സ്പേർട്സ് പ്രതീക്ഷിക്കുന്നത് 33% വർധനവ് ഉണ്ടാകും എന്നാണ്. ഡിക്സൺ ടെക്നോളജി, ഒരുപാട് പേര് സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലോ ഉത്തർപ്രദേശിലുള്ള ഒരു പ്ലാന്റിൽ വെച്ചിട്ട് പ്രൊഡക്ഷൻ നോക്കിയക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവായ ന്യൂസാണ്. ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് ഞാൻ ഇന്ന് മണി കൺട്രോളിൽ വായിച്ചതാണ്. ഇന്ത്യയിലുള്ള ചെറിയ ഷോപ്പിംഗ് മാൾ, അതായത് 1,00,000 ചതുരശ്ര അടിയിൽ കുറവ് വിസ്തൃതിയുള്ള ഷോപ്പിംഗ് മാളുകളെല്ലാം തന്നെ എംപ്റ്റി മാൾസ് ആയിട്ട് മാറുകയാണ്. അതിനകത്തൊന്നും ആരും പോകുന്നില്ല എന്നുള്ള ഒരു ഖേദകരമായ, അതായത് 65% വേക്കൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സിറ്റിയിൽ പോയാൽ പോലും 5-6 മാളുകളുള്ളതിൽ ഒരു മാള് ഞാൻ പൂർണ്ണമായിട്ടും അപൂർവമായിട്ട്, അവിടെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമാണ് അതിനകത്ത് ക്വാളിറ്റിയുള്ള ഒരു സംഭവം ഉള്ളത്. അതല്ലാതെ മറ്റു ഷോപ്പുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയധികം റെൻറ്റ് വരുന്ന ഈ ഒരു സംഭവം എങ്ങനെയാണ് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത്. ഡെയിലി അതിനകത്ത് വരുന്ന ആംബിയൻറ്റ് ലൈറ്റിന് വേണ്ട ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ ഒരുപാട് വരും. അപ്പോൾ ചെറിയ മാളുകളെല്ലാം തന്നെ മണി കൺട്രോളിൽ കൊടുത്തിരിക്കുന്ന ഗോസ്റ്റ് മാൾസായി മാറുകയാണെന്നാണ്. കാരണം ആളില്ല, ആരും തന്നെ, എല്ലാം ഓക്യുപ്പൈഡ് അല്ല, ഒരുപാട് വേക്കൻ്റായി കിടക്കുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസിന് വേണ്ടി വലിയ മാളുകളിലേക്കാണ് ആൾക്കാർ പോകുന്നത് എന്നാണ് അവരുടെ പഠനം നമുക്ക് കാണിച്ചു തരുന്നത്. ദെൻ റൂട്ട് മൊബൈൽ 5% ഒരു ഫോളാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കാരണം Q4 റിസൾട്ട് വളരെ മോശമായിരുന്നു. M&M ഫിനാൻഷ്യൽ സർവീസസ് 1% ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കാരണം Q4 റിസൾട്ട് മോശമായിരുന്നു. കാർട്രേഡ് ടെക് സ്റ്റോക്ക് ഇന്ന് 4% കയറിപ്പോയിട്ടുള്ളത്. കാരണം അവരുടെ നെറ്റ് പ്രോഫിറ്റ് Q4 50% ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയത്. തീർച്ചയായും കാർട്രേഡ് ഒത്തിരി പേര് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അല്ലെന്ന് തോന്നുന്നു. CG പവർ ഇന്ന് 4% വർധനവുണ്ടായിട്ടുണ്ട്. കാരണം Q4 റിസൾട്ട് വളരെ നല്ലതായിരുന്നു. ലൂപ്പിൻ്റെ സ്റ്റോക്ക് 4% ഇടിയാണ് ചെയ്തത്. കാരണം മാർക്കറ്റിൽ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് Q4 അവർ റിപ്പോർട്ട് ചെയ്തില്ല എന്നതുകൊണ്ടാണ്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്ന് 5% വർധനവ് രേഖപ്പെടുത്തി. അവരുടെ Q4 റിസൾട്ട്, അതിൻ്റെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. ദെൻ SRFിൻ്റെ സ്റ്റോക്ക് ഇന്ന് 7% ഇടിച്ചിരിക്കുന്നത്. കാരണം SRF റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് 24% ഡിക്ലൈനാണ് ഇയർ ഓൺ ഇയർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പതുക്കെ വലിയാൻ തുടങ്ങും. ഡോക്ടർ റെഡ്ഡിയുടെ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് 36% വർദ്ധിച്ചിരിക്കുന്നത്. 40 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. IDIB ബാങ്കിന് ഇൻകം GSTയുടെ 2.97 കോടിയുടെ GST അടക്കാനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മിസ്ലീഡിങ് ആഡ്സ്, ഇത് ഞാൻ ഇവിടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം, ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബ്രോക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു സംഭവം ഉണ്ടായില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും തയ്യാറാകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം പ്രമുഖ നടന്മാരും നടിമാരും വന്ന് നമ്മുടെ മുന്നിൽ അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പേര് അതിനകത്ത് പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഗ്ലാൻ ഫാർമയുടെ ഷെയർ ഇന്ന് 4% വർദ്ധിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം US FDA അപ്രൂവൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ക്യാൻസറിനുള്ള മരുന്നിന് നിർമ്മിക്കാനും വിതരണം ചെയ്യാനുള്ള US FDA അപ്രൂവലാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്.
എറിക്സൺ, നോക്കിയ, ചൈനീസ് കമ്പനികളെ അതായത് ചൈനീസ് കമ്പനികളുടെ കടന്നുകയറ്റം ഒരു വരുതിയിലാക്കാൻ അല്ലെങ്കിൽ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് എറിക്സണും നോക്കിയയും കൈകോർക്കുകയാണ്. അതിന് പ്രധാന കാരണം വോഡാഫോൺ ഐഡിയ അവരുടെ 4G നെറ്റ്വർക്കിൻ്റെ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് എറിക്സണും നോക്കിയാണ് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടിക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. ദെൻ M&M ഫിനാൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 3% ഇന്ന് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം അത്രയ്ക്കും വാർത്തകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി പോസിറ്റീവിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് റണ്ണിങ് പോസിറ്റീവിലാണ്, നല്ല രീതിയിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,382 ട്രേഡിംഗ് നടക്കുന്നത്, 11 പോയിന്റ് റെഡിലാണ്. നിക്കി ജപ്പാന്റെ 599 പോയിന്റ് ഗ്രീനിലാണ്. ചൈനയുടെ ഹാങ്സങ് 98 പോയിന്റ് റെഡിലാണ്. എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവിലുള്ള ഒരു മൂവ്മെന്റ് ആണ് തരുന്നത് എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. ഇന്ന് നിഫ്റ്റി 47 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ 267 പോയിന്റിന്റെ അഥവാ 1.19% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് തന്നത്. ഇന്ന് ഓപ്പണായി 22,490 നിന്ന് 187 പോയിന്റ് നഷ്ടത്തിൽ 22,303 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി നിഫ്റ്റി ബെയറിഷ് മൂവ്മെന്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 38 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത്. 12 സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ലാഭത്തിൽ അവസാനിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടെക് മഹീന്ദ്ര, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ബജാജ് ഓട്ടോ, പവർ ഗ്രിഡ്, ONGC, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ വലിയ നഷ്ടത്തിലും അവസാനിച്ചവയാണ്. ഇനി നിഫ്റ്റിയുടെ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 173 പോയിന്റിന് നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം മെയ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 265 പോയിന്റിന് അഥവാ 1.17% ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 2.47% വർദ്ധിച്ചിട്ട് 17.01 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടില്ല. നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,965 ഓപ്പണായിട്ട് 679 പോയിന്റ് നഷ്ടത്തിൽ 48,285 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,783 ഓപ്പണായിട്ട് 239 പോയിന്റ് നഷ്ടത്തിൽ 21,544 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,973 ഓപ്പണായി 461 പോയിന്റ് നഷ്ടത്തിൽ 73,512 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 11,078 ഓപ്പണായിട്ട് 234 പോയിന്റ് നഷ്ടത്തിൽ 10,843 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $78.3 ഇന്നത് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് റേറ്റും കുറഞ്ഞിട്ടുണ്ട്. $2,312 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് സർവ്വകാല റെക്കോർഡിലേക്കാണ് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് 83 രൂപ 51 പൈസ ഒരു $1 വിനിമയ നിരക്ക് വരുന്നത്. വളരെ ഖേദകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെയും അപ്ഡേറ്റഡ് ആയിട്ടില്ല. സോ അത് നമുക്ക് രാവിലെ നോക്കാം. ദെൻ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി FMCG, നിഫ്റ്റി IT ഈ 2 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 3.5% ലോസ് ഉണ്ടാക്കിയിരിക്കുന്നു. നിഫ്റ്റി മെറ്റൽ 2.39%ൻ്റെയും ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെവി ഫോളാണ് ഈ 2 സെക്ടറുകളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ETF ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇന്ന് 5.2% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് വോൾട്ടാസ് 4.46% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടെക് മഹീന്ദ്ര, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ, ജൂബിലന്റ് ഫുഡ്സ്, ITC, TCS, വിപ്രോ, കൊട്ടക് ബാങ്ക്, ഇൻഫി, SBI ലൈഫ്, ICICI പ്രൂലി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ വോൾട്ടാസ്, ബജാജ് ഓട്ടോ, PNB, TVS മോട്ടോഴ്സ്, PFC, പവർ ഗ്രിഡ്, ഓറോ ഫാർമ, വേദാന്ത ലിമിറ്റഡ്, അശോക് ലെയ്ലാൻഡ്, ONGC, HDFC, AMC, ബന്ധൻ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 482 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,764 സ്റ്റോക്കുകളും നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.56 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. മറ്റൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർലി ബെയറിഷ് ആണ്. 22,303 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 72 പോയിന്റ് മുകളിലായിട്ട് 22,375 ഇന്ന് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ക്ലിയർലി ബെയറിഷ് ആണ്.
ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്ന 22,500 1,06,00,000 കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 22,000 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. അവിടെ 79 ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.52 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർലി ബെയറിഷ് ആണ്. 48,285 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 46 പോയിന്റ് മുകളിലായിട്ട് 48,331 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ഫ്യൂച്ചറിന്റെ പ്രൈസ് ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 49,000 51 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 48,000 30 ലക്ഷം മാത്രമാണ്. ദെൻ നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കമ്പനികൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. കാനറ ബാങ്ക്, പിരമാൽ എന്റർപ്രൈസസ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ഭാരത് ഫോർജ്, കൽപ്പത്താരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ, BSE ലിമിറ്റഡ്, TVS മോട്ടോർ കമ്പനി, കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഗോദ്രേജ് അഗ്രോവെറ്റ്. ഇത്രയല്ല കമ്പനികൾ ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ടത് ഞാൻ കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ. ഗ്ലോബൽ ഈവൻറ്റ്സ് നാളെ വരാനുള്ള USA 10-year നോട്ട് ഓപ്ഷൻ, USA EIA ഗ്യാസോലിൻ സ്റ്റോക്ക് ചേഞ്ച്, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ബ്രസീൽ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, ഇറ്റലി റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, ജർമ്മനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്. ഇത്രയും ഇവന്റുകളാണ് നാളെ 8-ാം തീയതി വരാനുള്ളത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 22 ട്രേഡിൽ നിന്നായിട്ട് 1:117 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 9.91% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 59,461 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 6.4% കിട്ടി, ബാങ്ക് നിഫ്റ്റിയിൽ 6.4 കിട്ടി, ഫിൻ നിഫ്റ്റിയിൽ 3% കിട്ടി, മിഡ് ക്യാപ്പിൽ 16.7% കിട്ടി, സെൻസെക്സിൽ 8.1% കിട്ടി, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 18% കിട്ടി. മൊത്തത്തിൽ ഈ മാസം ഞങ്ങൾ 19.45% പ്രോഫിറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 94 ട്രേഡുകളിൽ നിന്നായിട്ട് 3-4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഹയസ്റ്റ് പ്രോഫിറ്റ് ഇതിൽ വന്നിരിക്കുന്നത് സെൻസെക്സിലാണ്. 27% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇതുവരെയായിട്ട് 45% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് മെയ് മാസത്തിൽ മാർക്കറ്റ് പോകുന്നത്. മാർക്കറ്റ് ഒരു ദിവസം മുകളിലോട്ട് ഒരു ദിവസം താഴോട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും ഇൻട്രാഡേ ട്രേഡേഴ്സിന്, ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചാകര തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെറിയൊരു ഗ്യാപ്പ് 10-15 പോയിന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നിന്നും ബോട്ടം CPR കടന്ന് താഴോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് കിട്ടിയ എൻട്രി. ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്ന് ലോ വരും എന്ന് പറഞ്ഞിരുന്ന 21,565 580 റേഞ്ചിൽ ഇതാ ഈ ഒരു സോണിലേക്ക് ലോ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലിയർലി മാർക്കറ്റ് അവിടെ വന്നിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. പ്രതീക്ഷിച്ചതുപോലെ വളരെ മനോഹരമായ മൂവ്മെൻ്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ തന്നത്. കാരണം ഇന്ന് റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ല ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഞാൻ ഓൾറെഡി മുൻപേ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത്. സോ എല്ലാ ദിവസവും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതേ രീതിയിൽ നമ്മൾ എന്താണോ രാവിലെ പ്രതീക്ഷിച്ച അതേ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കാം. 100% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. അത്രയും വലിയ പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിഫ്റ്റി 50-ലാണെങ്കിൽ ക്ലിയർലി എൻഗൾഫിംഗ് ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 50 EMAയിൽ ഇപ്പോൾ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട്. സെൻസെക്സിൽ അതേ രീതിയിൽ 50 EMA ആണ്. ഇനി മിഡ് ക്യാപ്പിലാണ് ഏറ്റവും ഹെവി ഫോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്ലി റാസ് ലെവൽസിൻ്റെ മന്ത്ലി നോട്ട് റേറ്റ് സോണിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നാളെ മാർക്കറ്റ് ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇത് താഴോട്ട് ഒരൊറ്റ വീഴ്ചയും വീഴാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് നാളെ ഇവിടെ നിന്ന് മാർക്കറ്റ് റിക്കവറായിട്ട് മുകളിലോട്ട് പോകും എന്നാണ്. എന്തായാലും അത് നേരിട്ട് കണ്ടറിയുക തന്നെ വേണം. പ്രതീക്ഷയ്ക്കൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു വകുപ്പും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ദെൻ ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ക്ലിയർലി ഹ്യൂജ് ഫോളാണ് വന്നിരിക്കുന്നത്. EMA 25-ൽ വന്ന് സപ്പോർട്ട് ടച്ച് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ബാങ്ക് എക്സിലും അതേ രീതിയിൽ തന്നെയാണ്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ
ക്ലിയർലി അതൊരു CPR മന്ത്ലി CPR വന്നിട്ട് തട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകുന്നത് അത് മാർക്കറ്റിൻ്റെ തീരുമാനമാണ്. നമുക്ക് ഇതിന് മുൻകൂട്ടി ഒന്നും പറയാനില്ല. വൺസ് അത് ക്ലിയർ സിഗ്നൽ അപ്പ് ഓർ ഡൗൺ തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രം വായിക്കണം എന്ന് ഒത്തിരി പേര് പറയുന്നു, സമയം കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എയ്സ് MT പിള്ളൈ, Acer MT Pillai. Okay, appreciate loss recover videos. Thank you very much, sir. And ഇതെല്ലാവരും ട്രാവലർ മലയാളം എല്ലാവരും മെസ്സേജ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുരുകദാസൻ ഇന്ന് നിഫ്റ്റി 50യേക്കാൾ മൂവ്മെൻറ്റ് ബാങ്ക് എക്സിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ എത്ര പേരാണ് കണ്ടത്? കഴിഞ്ഞ വീഡിയോ 832, ഇന്നലെ വൈകുന്നേരം റിലീസ് ചെയ്ത വീഡിയോസ് 832 പേരാണ് കണ്ടിട്ടുള്ളത്. 10,300 പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലത്തെ വീഡിയോ 787 പേരാണ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് സജിത് തമ്പുരു, ഗുഡ് മോർണിംഗ്, താങ്ക്സ് ഫോർ ഷെയറിംഗ് ദിസ് വീഡിയോ, താങ്ക് യു വെരി മച്ച്. ബാക്കി എല്ലാവരും താങ്ക് യു. ഇവിടെ നിന്ന് സജിത്ത്, മഴയോ അവിടെ? മഴ ഇവിടെ ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ മിന്നലൊക്കെ വളരെ ശക്തമായിരുന്നു. മഴ കാര്യമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു മണിക്കൂറോളം പെയ്തു, പക്ഷേ ഭൂമി നനയാൻ മാത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.